വേറെ ഒരു രീതിയിലും വരുമാനം ഒന്നും ഇല്ലാത്തൊരാൾ പണിയെടുത്ത് ശമ്പളമായിട്ടോ കൂലിയായിട്ടോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വർഷം അയാളുടെ കയ്യിൽ വന്ന ക്യാഷ് അതിന് അയാൾ എങ്ങനെയാണ് ഇത്ര ശതമാനം കൊടുക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. കാരണം ഒരു ഏകദേശ നിഗമനത്തിൽ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു, പക്ഷേ അതിലൊന്നും കൂടി വ്യക്തത വരാൻ വേണ്ടി ഒന്നും കൂടി ചോദിച്ചതാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇവിടുന്ന് കേട്ട വിഷയത്തിൽ കിട്ടുന്ന ശമ്പളം ഒരു വർഷത്തിൽ എത്ര കിട്ടി, അതിൽ നിന്ന് നമ്മൾ അത്യാവശ്യ ചിലവുകൾ കൊടുത്താൽ ബാക്കി വരുന്ന ഇതിന് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ സംശയത്തിൽ നമ്മളത് കൊടുത്ത് തീർക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു എമൗണ്ട് വരുന്നുമുണ്ട്. അപ്പോൾ അത് ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ അതിൻ്റെ നിർബന്ധിത എങ്ങനെയാണെന്ന് അറിയാനാണ് ഒരു സംശയം എന്നുള്ളത് എനിക്ക് വീണ്ടും വന്നത്. ഒരു വർഷത്തിൽ നമ്മൾ ശമ്പളം വാങ്ങി, അപ്പോൾ അതിന് എങ്ങനെ ആ വാങ്ങിയ കംപ്ലീറ്റിനും ശതമാനം വെച്ച് കൊടുക്കണോ, അതോ ഈ നമ്മൾ ചിലവ് കഴിച്ചിട്ട് ബാക്കി അത്യാവശ്യ ചിലവ് എന്ന് പറയുന്നത് നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ ബാക്കി. അപ്പോൾ എങ്ങനെയാണ് ആ കടബാധ്യത വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുത്ത സക്കാത്തൊക്കെ എന്തായിരിക്കും, ഈ ഉസ്താദ് പറഞ്ഞ മാതിരിയാണെങ്കിൽ അത് സദക്കായി മാറും. അല്ലാതെ സക്കാത്തിൻ്റെ ഒരു ആവശ്യം ഇത് അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ അതിനൊന്ന് വ്യക്തത ഒന്നും കൂടി വരുത്തിയാൽ നന്നായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സക്കാത്ത് കൊടുക്കൽ ആരാണ്, എത്രയാണ്, എപ്പോഴാണ് എന്ന് അള്ളാഹുവും അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചാണ്. ആ തീരുമാനത്തിന് മാറ്റം വരുത്താൻ നമുക്ക് ആർക്കും അധികാരമല്ല. ഈ ഒരു അടിസ്ഥാനം വെച്ചിട്ടാണ് ഇനി ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. സക്കാത്ത് കൊടുക്കേണ്ടത് തൻ്റെ വരുമാനത്തിൻ്റെ സക്കാത്ത് ഒരു വർഷം വരുമാനം കിട്ടിത്തുടങ്ങി ഒരു വർഷം കഴിയുമ്പോൾ ആ വരുമാനം കിട്ടിത്തുടങ്ങിയ സക്കാത്ത് നിസാബ് എത്തിയിട്ടുണ്ടോ നോക്കണം. നിസാബ്, സക്കാത്ത് കൊടുക്കൽ നിർബന്ധിതമാകുന്ന പരിധി, അതിനാ നിസാബ് എന്ന് പറയാം. ആ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ ആ നിസാബ് എത്തിയ പരിധിയിലുള്ള ക്യാഷ് ഒരു വർഷം കഴിയുമ്പോഴും നമ്മളെ കയ്യിലുണ്ട് എങ്കിൽ ആ കയ്യിലുള്ള ക്യാഷിനാണ് എന്ത് ചെയ്യേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്. ഉദാഹരണം, നിങ്ങളൊരു മാസം ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആളാന്ന് കൂട്ടിക്കോ. അങ്ങനെ 12 മാസം കഴിയുമ്പോൾ നിങ്ങളെ കയ്യിലെത്തുണ്ടാവും ചിലവൊന്നും കൂട്ടാതെ തന്നെ 12 ലക്ഷം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ചിലവുകൾ പോകണം. ചിലവ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യം, നിങ്ങളുടെ വസ്ത്രം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡ്, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങളെ വാഹനം, അത്യാവശ്യം ഒരു മനുഷ്യൻ്റെ അത്യാവശ്യ പിന്നെ കാര്യങ്ങൾ പെട്ടെന്നൊരു വാഹനം, അതിക്കുള്ള ഇന്ധനം അടിക്കൽ, അതുപോലെ തന്നെ നിങ്ങൾ സ്വതക്ക ചെയ്തിട്ടുണ്ടാവും ആർക്കെങ്കിലുമൊക്കെ. ഇങ്ങനെ സ്വതക്ക ചെയ്യലൊക്കെ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. ആ സ്വതക്ക ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെടുത്ത് ചിലപ്പോൾ നിങ്ങൾ കുടുംബം ഒരു വിനോദത്തിന് പോയിട്ടുണ്ടാവും. ഓവറായിട്ടുള്ള പരിപാടിയല്ല കേട്ടോ, അനുവദനീയമായ തലത്തിൽ. അപ്പം ഇങ്ങനെയൊക്കെ അത്യാവശ്യവും ആവശ്യവുമായ ചിലവുകൾ കഴിഞ്ഞ് ഒരു കുടുംബനാഥൻ നിലക്ക് നിങ്ങളെ ചിലവുകൾ കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഈ 12 ലക്ഷത്തിൽ ബാക്കി എത്ര കയ്യിൽ ഉണ്ടാവും അത് നോക്കുക. അത് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട നിസാബ് എത്തിയിരുന്ന 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ നിങ്ങളെ കയ്യിൽ പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ആ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ പിന്നെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 40,000 രൂപയുടെ ചോട വരും. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം, ഞാൻ ഇപ്പോൾ കൃത്യ കൂട്ടിയല്ല, ഒരു ധാരണ വെച്ച് പറയാൻ 40,000 രൂപയുടെ താഴെ വരും. അപ്പോൾ ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ ആ 40,000 രൂപക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുത്താൽ മതി. അല്ലാതെ 12 ലക്ഷത്തിനും കൊടുക്കണ്ട. ഓക്കെ. ഈ നിങ്ങളെ കയ്യിലുള്ളത് പിന്നെ നിങ്ങൾ 12 ലക്ഷം ഒരു വർഷം സമ്പാദിച്ചപ്പോൾ നിങ്ങൾക്കുള്ള കയ്യിൽ പിന്നെ ചിലവായിപ്പോയത് വെറും ഒരു 40,000 രൂപയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 11,60,000 രൂപക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമല്ലോ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ആ കൊടുക്കേണ്ടത് അപ്പോൾ കയ്യിലുള്ള സക്കാത്ത് കൊടുക്കേണ്ട സമയപരിധി എത്തിയ ഹൗല് തികഞ്ഞ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിനാ സക്കാത്ത് കൊടുക്കണം. അല്ല ഇതുവരേക്കും വാങ്ങിയ ശമ്പളത്തിന് കംപ്ലീറ്റ് അല്ല. നിങ്ങളെ കയ്യിൽ അപ്പം എന്തുണ്ടോ അതിനാണ് എന്ത് ചെയ്യേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്. ആ കയ്യിലുള്ളതിൻ്റെ 2.5%. 40,000 ആണെങ്കിൽ 1000 രൂപ കൊടുക്കണം. ഓക്കെ. 4 ലക്ഷം ആണെങ്കിൽ 10,000 രൂപ കൊടുക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.